ഇപ്പോൾ നിയുക്ത MP കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വിവിധ മേഖലയിൽ തുടങ്ങാം. ഇപ്പോൾ മണിത്തൂക്കി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്, ട്രൈബൽ ഏരിയ. അവിടെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഒരു പദ്ധതി നടപ്പിലാക്കി. അവിടെ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. അപ്പോൾ അവിടുത്തെ മുളയിറ്റ ഒക്കെ ഉപയോഗിച്ച് ചൂരലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ മണിത്തൂക്കി എന്ന് പറയുന്ന പ്രദേശം 40ഓളം യുവാക്കൾ അവർക്ക് പരിശീലനം കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പിടിക്കുന്ന സ്ഥിതിയിലേക്ക്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ വിവിധ മേഖലയിൽ സർവീസ് മേഖലയിലടക്കം നമുക്ക് കൂടുതൽ അവസരങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ യുവാക്കളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആർജിക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളും നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള നടപടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ട്രൈബൽ ഏരിയയിൽ പലപ്പോഴും അവർക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഉപയോഗം തന്നെ കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, അത് തന്നെയാണ്. അതുകൊണ്ടാണ് മൊത്തം എത്ര പ്രദേശങ്ങളിൽ ഇനി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തതുണ്ട് എന്നുള്ള സർവേ നടത്തി. ആ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ 1264 പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കുക. നിയുക്ത MP കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.